ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഫോട്ടോസ് വർക്ക് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. നമ്മൾ 2 പാർട്ട് വീഡിയോ ഇതിനു മുമ്പ് 2 പാർട്ടായിട്ട് ചെയ്യാറുണ്ട്. ഇത് 3ാമത് നമുക്ക് ഫൈനലാണിത്. അപ്പം എൻ്റെ ബാക്ക് സൈഡ് ബ്ലാക്ക് ആഡ് ചെയ്തു. അപ്പോൾ അവർക്ക് കൂടുതൽ ബ്ലാക്ക് വരുമ്പം വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പം ബാക്ക് സൈഡ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയതായിരുന്നു. അപ്പോൾ അത് കാരണമുണ്ട്. രണ്ടാമത് അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ലൈറ്റ് ബ്ലൂ സൈഡിൽ നമ്മൾ മെറ്റാലിക് ബ്ലൂ ആണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ മാക്സിമം ഇത് 3 സെക്ഷനായിട്ട് ഇട്ട വീഡിയോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് മനസ്സിലാകട്ടെ എന്ന് ഓർത്താണ്. നമ്മൾ പെട്ടെന്ന് വീഡിയോസ് ഓടിച്ച് കാണിക്കുമ്പം അതിനകത്ത് ചിലർക്ക് കൺഫ്യൂസ് ആകുന്നു. ചിലർ റിക്വസ്റ്റ് പണ്ടൊക്കെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ നിങ്ങൾ കാണിക്കുന്നത് ഇങ്ങനെ ഒന്നിച്ച് കാണിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതിനെ ഉദ്ദേശിച്ചാണ് നമ്മളിത് ഒരു 3 പാർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ആഡിങ്ങിനുള്ള സമയം ഓരോ സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റമർക്ക് ഇപ്പം ഫോട്ടോസ് വർക്ക് ചെയ്യുന്നവർക്ക് എങ്ങനെ കസ്റ്റമറുടെ ഉദ്ദേശം അവർക്ക് ഏത് രീതിയിൽ വേണം എന്ന് നമ്മൾ മോഡൽ കാണിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഫോട്ടോയോ ഇതിലൊക്കെ ആഡ് ചെയ്യാൻ. അപ്പം ഫോട്ടോസിന് വർക്കിന് വേറെ റെഷിനാണ് വർക്ക് ചെയ്യേണ്ടത്. ടേബിൾ ടോപ്പിന് വേറെ, ഫ്ലോറിങ് വേറെ, റൂഫ് അതിന് വേറെ, മോൾഡിങ് വേറെ, അങ്ങനെ പല രീതിയിലുള്ള റെസിനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ഈ ചെയ്യുന്ന വർക്കുകളെല്ലാം വളരെ ബെനിഫിറ്റായിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു ലൈക്ക് ചെയ്യുമ്പം ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും. അപ്പം നമ്മൾ ഫിനിഷിങ് ലൈനിലെത്തി. അപ്പോൾ നമുക്കത് 24 hours കഴിയുമ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് പിന്നെ സൈഡെല്ലാം ഹീറ്ററും കൊണ്ട് അടിച്ച് ബാക്കിയെല്ലാം ഒത്തിരി ദിവസം ആയിപ്പോയാൽ ഒരുപാട് ഹാർഡാകും. പിന്നെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, ഗ്രൈൻഡ് ചെയ്ത് എടുക്കാനൊക്കെ പറ്റില്ല. അപ്പോൾ അതത് വർക്ക് 24 hours എന്തൊക്കെ ചെയ്യണം അത് ചെയ്ത് തീർത്ത് ഫിനിഷിംഗ് ആക്കി അതിൻ്റെ കോട്ടിങ് കൊടുക്കാനുള്ള കോൾഡ് കോട്ടിങ്ങൊക്കെ കൊടുക്കുക. അപ്പോൾ ഏറ്റവും വലിയൊരു ബെനിഫിറ്റായ വർക്കാണ്. എല്ലാവരും പറയുന്ന പോലെ പഠിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾ വാട്സപ്പ് ലിങ്ക് എടുത്ത് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് കുറേ ഫോട്ടോസ് വർക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ നമ്മളൊരു ഫോട്ടോസ് വീഡിയോസ് കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് വലിയ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീഡിയോസ് എടുക്കുക. അപ്പോൾ നമ്മൾ ഷോപ്പിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ പുറകിൽ ചെറിയ ഫോട്ടോസിന് വേണ്ടി ഒരു റൂം അതിൻ്റെ പുറകിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചാൽ ഫോട്ടോസ് വർക്കും ചെറിയ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വർക്കുകളൊക്കെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യുക, കടയിൽ തന്നെ നമ്മുടെ ഷോപ്പിൽ തന്നെ അത് കൊടുക്കാൻ ഇടയാകുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും ഈ ട്രെൻഡായ ഒരു റഷ്യൻ ആർട്ടിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യും. ഒരുപാട് പേര് വരുന്ന ഫ്രീ ആയിട്ട് അങ്ങനെ ചോദിക്കും, ഐഡിയ മാത്രം ചോദിക്കത്തുള്ളൂ. അങ്ങനെയല്ല, നമ്മൾ ഐഡിയ ചോദിക്കുന്നത് കൊള്ളാം, പക്ഷേ അതിനകത്ത് പഠിക്കാനുള്ളത് നമ്മളൊരു 24 hours ആയിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ട് എത്ര എക്സ്പീരിയൻസ് ഇതിനകത്ത് ആദ്യം ചെയ്യുമ്പം പല രീതിയിലുള്ള ഇതായിരിക്കും. അത് പെർഫെക്റ്റായിട്ട് നമ്മൾ ഇത് ചെയ്തു വരുമ്പോൾ ആണ് തന്നെ പഠിക്കാനൊക്കത്തുള്ളൂ. കടയിൽ ചെന്ന് റഷ്യൻ ആർട്ട് മേടിച്ച് അതിനകത്ത് ചെയ്യുന്നവർ എത്രയോ പേരുണ്ട്. ഓരോ വർക്കിനും ജൂവലറി വർക്കിനൊക്കെ റഷ്യൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒറ്റ രീതിയിലുള്ളതായിരിക്കും. ഇപ്പോൾ പലതും പല രീതിയിലാണ്. അപ്പോൾ വീഡിയോസ് കാണുവാണെങ്കിൽ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വർക്കിൽ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വർക്കും ഒരു ഫോട്ടോസ് വർക്കായിരിക്കും. ഏതെങ്കിലും ഒരു വീഡിയോസ് നമുക്ക് കണ്ടൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം മാക്സിമം നമുക്ക് വീണ്ടും ഒരു വീഡിയോ കാണാം. താങ്ക് യു.